ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ ലേഡീസിനെ കുറിച്ചുമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ. എനിക്കിപ്പോൾ നല്ല കോൾഡാണ്, ഇപ്പോൾ സംസാരിക്കുമ്പോഴും കോൾഡാണ്. ഏകദേശം 1 മന്തായി എനിക്ക് ഈ കോൾഡ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. പനിയോ ചുമയോ അതൊന്നുമില്ല, ഈ മൂക്കൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുക, അതൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആവിയൊക്കെ പിടിച്ച് ഒരുവിധം ഒന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. കാരണം എൻ്റെ 2 പിള്ളേർക്കും തീരെ വയ്യ, ഈ പറയുന്ന കോൾഡും ചുമയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഇന്നവരെ സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യവും ഭക്ഷണമൊക്കെ കൊടുത്തും പറക്കിയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഒരു ഗുളികയൊക്കെ കഴിച്ചു. ഇനി ഒന്ന് പതുക്കെ എഴുന്നേറ്റ് പിള്ളേർ 2 പേരെയും ഒന്ന് റെഡിയാക്കണം. അവരോട് പറഞ്ഞ് അവർ തനിയെ റെഡി ആയിക്കോളും കേട്ടോ. ഇപ്പോൾ ഒരുവിധം ഞാൻ പണ്ട് ഇത്ര എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുട്ടികളെ ഇട്ടിട്ട് ജോലിക്കോ ഒന്നും പോകാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. ഇപ്പോൾ അത്യാവശ്യം അവർ പറഞ്ഞാൽ മനസ്സിലാകാനൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പല വഴിക്കൂടെ ഞാൻ പാസീവ് ഇൻകം കണ്ടുപിടിക്കലാണ്. അതായത് ഒരുപാട് വലിയ കഷ്ടപ്പാടില്ലാതെ എന്നെക്കൊണ്ട് കിട്ടുന്ന ഏതു സമയവും, ഇപ്പം ഈവനിങ് ആണെങ്കിൽ ഞാൻ സ്റ്റോൾ ഇടാൻ പോകുന്നുണ്ട്, ജസ്റ്റ് 3 hours മാത്രം. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നല്ലൊരു പാസീവ് ഇൻകം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺലൈനിൽ പറ്റുന്ന പോലെ സെല്ല് ചെയ്യുന്നുണ്ട്. നാട്ടിൽ ചെറിയൊരു കുട്ടിക്കട ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് അത്യാവശ്യം ഇൻകം വരുന്നുണ്ട്. അങ്ങനെ പല വഴിയിൽ കൂടെ ഞാൻ ഇൻകം കിട്ടുന്നത്. എൻ്റെ ഒരു ഓവർ ടൈം സ്ട്രെസ്സ് പോലെയൊന്നുമില്ല, അത്യാവശ്യം എനിക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ജോലിക്കൊക്കെ പോകുന്നതിനേക്കാളും ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിന് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ സ്വന്തമായിട്ടൊരു വലിയ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ള എൻ്റെ ഒരു ഡ്രീമാണ്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളെ 2 പേരെയും ഞാൻ പല്ല് തേക്കാനൊക്കെ പറഞ്ഞയച്ച് ഞാനും ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യാണ്. ഇവിടെ ഇന്ന് അത്യാവശ്യം കോൾഡ് ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊരു 2 ദിവസം മുന്നേ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പകൽ ഭയങ്കര ചൂടും രാത്രി ഭയങ്കര തണുപ്പും അങ്ങനെയായിരുന്നു. പെട്ടെന്നാണ് വെതറൊക്കെ ചേഞ്ച് ആയത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ജലദോഷവും ഇങ്ങനെ വിട്ടുമാറാൻ നിൽക്കുന്നത്. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നുന്നത് ഞാനൊരു അലർജിറ്റിക് ആയിട്ടുള്ള ആളുമാണ്. പൊടിയൊക്കെ പല കാര്യങ്ങളിലും എനിക്ക് അലർജി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പുറത്തൊക്കെ പോയി ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. വൈകുന്നേരം ഞാനിപ്പം മിക്ക ദിവസവും പുറത്ത് തണുപ്പൊക്കെ കൊണ്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. എന്തായാലും ഇന്ന് ഒരു മാസ്കൊക്കെ മേടിക്കണം, മാസ്ക് വെച്ചിട്ട് വേണം പോവാൻ. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് റെഡി ആയത്. ഇതുണ്ടോ, ഇതൊരു വാച്ചാണ്, വാച്ചിൻ്റെ റിങ് നമുക്കിങ്ങനെ കയ്യിലിട്ട്, ഇത് വർക്കാകുന്ന വാച്ചാട്ടോ. ഇതിപ്പം എൻ്റെ സ്റ്റോറിൽ ഞാൻ പുതുതായിട്ട് എടുത്ത ഐറ്റമാണ്. ഇത് ഒരു 2-3 പീസേ ഞാൻ എടുത്തുള്ളായിരുന്നു. 2 പീസ് പോയി. 1 പീസ് ഞാൻ എൻ്റെ കുട്ടികൾ 2 പേരും കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. ബോസി വാച്ച് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നല്ല രസമുണ്ട്. അത്യാവശ്യം വർക്കാകുന്നതും ബാറ്ററിയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അങ്ങനെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് പോകാൻ റെഡിയായി ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ്, പോകാമെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ട് അങ്ങനെ ഇറങ്ങിയ സമയത്താണ് പെട്ടെന്ന് അവൻ ക്യാൻസൽ ചെയ്തത്. കാരണം 12 മിനിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് ബുക്ക് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്നലെ എനിക്ക് 2 പുതിയ ബോക്സ് ഇയറിങ്സ് ഞാൻ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ സ്റ്റോറിൽ ലൈവ് സ്റ്റോറും കൂടി ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് ഐറ്റംസൊക്കെ തീർന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ ഇയറിങ്സ് പല ടൈപ്പിലുള്ളത്, ഇതുപോലത്തെ എത്നിക്കിൻ്റെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ കുറച്ച് എത്നിക്കായിട്ടുള്ള കുറച്ച് ഇയറിങ്സ് എടുത്തു. ഞാനാണെങ്കിൽ ഒരുപാട് പൈസയ്ക്കൊന്നും എടുത്ത് വെച്ചില്ല കേട്ടോ. എല്ലാം വളരെ സ്ലോ ആയിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഉള്ള പൈസയ്ക്ക് വെച്ച് അതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും മാറ്റി വെച്ച് അങ്ങനെയൊക്കെയാണ് പിന്നെ സാധനങ്ങൾ മേടിക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം എന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള ഐറ്റംസ് ആ വീക്കിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ നഷ്ടമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ എനിക്ക് തൊട്ടടുത്താണ് സ്ട്രീറ്റ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 hours പോട്ടെ 2 hours നിന്നാൽ പോലും നമുക്കൊരു നല്ലൊരു പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമ്മളൊരു പാസീവ് ഇൻകം ഉണ്ടാക്കി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. കാരണം മൾട്ടിപ്പിളായിട്ടുള്ള പാസീവ് ഇൻകം ഏതെങ്കിലുമൊക്കെ വഴി കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് എടുത്താൽ മതി, അത്രയേ ഉള്ളൂ.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡെയിലി കിട്ടുന്ന ഒരു എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. അത് മറക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെല്ലാം തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സെൽഫായിട്ടുള്ള നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് ഫിനാൻഷ്യലായിട്ടുള്ള ഒരു വെൽത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഫാമിലീസിൽ അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിൾസൊക്കെ ഫിനാൻഷ്യലി നേരിടുന്നവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാം, പേരൻസിനെ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ മാറ്റി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. 100 രൂപയെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്ലോത്ത്സ് സെല്ല് ചെയ്യുന്നുണ്ട്, മാക്സി സെല്ല് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഔട്ട്ഫിറ്റുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ. അമ്മയ്ക്ക് ഞാൻ തയ്യക്കൂലി കൊടുക്കും, മോഡൽ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ തയ്ക്കുകയാണ് ചെയ്തത്. ഈ വർഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് എനിക്കായിട്ട് ഞാൻ കുറേ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് കേട്ടോ, വലിയ ആഗ്രഹങ്ങളല്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. പിന്നെ വയസ്സാം കാലം ആകുമ്പോഴത്തേക്ക് വേദനകളും വയ്യായ്കളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമാണ് ഈ വർഷം ശരിക്കും ഞാൻ എടുത്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ വെൽത്തിനുള്ള ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. വലിയ ഇൻകം എന്നൊന്നുമല്ല പറയുന്നത്, എങ്കിലും ഓക്കെ ആയിട്ടുള്ളൊരു ഇൻകം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ ഹെൽത്ത് കാര്യങ്ങളിൽ എനിക്ക് വേണ്ടി കുറേ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞാനിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ കമ്മലുകളൊക്കെ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഈ റേസിൻ ആർട്ടിനൊക്കെ വരുന്ന മോഡലാണ്. നല്ല രസമാണ്. പക്ഷേ ഇത്തിരി കോസ്റ്റ്ലിയാണ്, എന്നാലും നല്ല ഭംഗിയാണ്. ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മളിപ്പോൾ ഒരു ലൈവ് സ്റ്റോർ ഇടുമ്പോൾ നമുക്ക് ക്വാളിറ്റി സാധനങ്ങൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കണം. അപ്പോഴേ നമുക്ക് വീണ്ടും ആളുകൾ നമ്മളിലേക്ക് വരുള്ളൂ. നമ്മൾ വില കൂട്ടി നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നീട് അവർ നമ്മളെ അടുത്ത് വരില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഇയറിങ് കണ്ടോ, ഇതെനിക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. വെയിറ്റൊന്നും ഇല്ല, കണ്ടു കഴിഞ്ഞാൽ വെയിറ്റൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഇതുണ്ട്, ഇത് താഴെ വീണ് ഇതിൻ്റെ താഴെ വെക്കുന്ന ആ ഒരു ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു സാധനമുള്ളൂ, അത് പൊട്ടിപ്പോയി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രമേ ഇപ്പം സെയിലായിട്ടുള്ളൂ, പക്ഷെ എന്നാലും ആ കാണാനുള്ള ഭംഗി കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ രണ്ടാമതും ഓട്ടോ ബുക്കായി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 പേർക്ക് നല്ല കോൾഡാണ്. ഈ വെതർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രശ്നം കേട്ടോ. പിന്നെ അപ്പം തന്നെ നമ്മൾ ഓട്ടോയ്ക്ക് ബുക്കായ ലേറ്റായതുകൊണ്ട് ഉച്ചയ്ക്ക് 1:30 മണിയായി. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിലും ക്യൂ നിന്ന് മരുന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കുറേ നേരം എടുത്തു. അപ്പോഴത്തേക്ക് സമയം ഒരു 2 മണിയുടെ അടുത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡും കഴിച്ച്. മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. മീൽസ് 2 പേർക്കും. അവർക്ക് ഈ വയ്യാത്തതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലൊന്നും കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് വേഗം ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ നമുക്കൊന്ന് കിടന്നുറങ്ങാമല്ലോ. അപ്പോൾ ഇന്നും എനിക്ക് പുറത്ത് സ്റ്റോൾ ഇടാൻ വേണ്ടി പോകണം. അപ്പോൾ ഓട്ടോ വീണ്ടും വീട്ടിലേക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ചുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണുപ്പിന് ഭയങ്കര പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, ലിപ് ബാം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഒന്ന് പോയി നന്നായിട്ട് കിടന്നുറങ്ങണം. ഈവനിങ് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ സ്റ്റോൾ ഇടുന്നത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എക്സിബിഷൻസ് ഓരോ ഫ്ലാറ്റിൻ്റെ താഴെ അങ്ങനെയൊക്കെ പോയി ഇടും കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അത് നമുക്ക് കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു മടുപ്പും തോന്നില്ല. നല്ലൊരു ഫണ്ണ്, ഒരു എൻ്റർടൈൻമെൻറ്റ്, പ്ലസ് നമുക്കൊരു പാസീവ് ഇൻകം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വിശേഷമായിട്ട്. ബൈ.